ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. ഇന്ന് ദീപാവലിയുടെ അവധി ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ട എങ്കിലും ട്യൂഷനൊക്കെ പോകണം കേട്ടോ മക്കൾക്ക്. അങ്ങനെ മൂത്ത മോന് വൈകുന്നേരം വരെ ഉണ്ട്. അങ്ങനെ അവന് ചോറൊക്കെ ആക്കണം. അങ്ങനെ രാവിലെ എണീറ്റ് ചായയൊക്കെ നല്ലോണം ഒന്ന് ഇട്ട് കുടിച്ചു കേട്ടോ. എന്നിട്ട് കാര്യമായിട്ടൊന്നും ആക്കിയില്ല, പിന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ നല്ല രീതിക്ക് ഒരു ചമ്മന്തി അരച്ചു കേട്ടോ. ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ച് പിന്നെ കുറച്ച് ചെറിയൊരു പാത്രത്തിൽ തൈരും കൂടെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുന്നതല്ല പാത്രത്തിലെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ മോനെയൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു. ഞാനാണ് മോനെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് കൊണ്ടുപോയത് കേട്ടോ. രാവിലെ ചെറിയൊരു മഴയും ഉണ്ട്, ഇനി നനഞ്ഞുകൊണ്ട് പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ മോനെ അങ്ങ് കൊണ്ടുപോയേ. ഇന്നലെ വൈകിട്ട് ഞാനും മോനും കൂടെ പടക്കമൊക്കെ വാങ്ങിക്കാനും പോയപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ചിക്കനും കൂടെ വാങ്ങിക്കാൻ നോക്കി. പക്ഷേ ഉണ്ടല്ലോ, ചിക്കൻ കടയിൽ ചെന്നപ്പോൾ എല്ലാം തീർന്നു കേട്ടോ. ദീപാവലിയുടേതായതുകൊണ്ട് എല്ലാം തീർന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു മോനെയും ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് നേരെ ചെന്ന് ചിക്കൻ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പുട്ടിൻ്റെ മാവ് അധികം വന്നു, ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു എന്ന്. അതൊന്നും കൂടെ കുറച്ച് നേരം ഞാൻ പോകുന്നതിന് മുമ്പേ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒന്നും കൂടെ വെള്ളം നനച്ച് റെഡിയാക്കി എടുത്തിട്ട് നനച്ച് പുട്ടൊക്കെ പുഴുങ്ങി ഞാനും ഇളയ മോനും കൂടെ കഴിച്ചു കേട്ടോ. വീണ്ടും ചായ ഇട്ട് കുടിച്ചു. എന്നിട്ട് ഉള്ളിയൊക്കെ ഇങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ. ഉള്ളിയിലൂടെ തന്നെ പച്ചമുളകും എല്ലാം ചേർത്തങ്ങ് അരിഞ്ഞു വെച്ചു. എന്നിട്ടുണ്ടല്ലോ മഴ പെയ്യുകയാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചു മെഷീനകത്ത് തന്നെ കഴുകാം, അല്ലാതെ പറ്റത്തില്ലല്ലോ, നിന്ന് കഴുകാൻ നിനക്ക് നനഞ്ഞ് ഊറ്റുവാരും. അങ്ങനെ പിന്നെ മെഷീനകത്ത് ഇട്ട തുണികളെല്ലാം തന്നെ കഴുകി തീർന്നു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് മെഷീനകത്ത് ഇട്ടിരുന്നു, ഇതെല്ലാം കഴുകി തീർന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് നോക്കിയപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തോന്നിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ഇടാം, കാര്യം ഒന്ന് ചെറിയൊരു വെയിലടിച്ചാൽ മതിയല്ലോ, ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതി എല്ലാം തൂത്തുവാരിയൊക്കെ ഇട്ടു. തൂത്തുവാരി എന്നല്ല, എല്ലാം കുടഞ്ഞെടുത്തിട്ടു എന്നാണ്. ഈ തൂക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ടാണ് കേട്ടോ തൂത്തുവാരി ഇട്ടെന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ അധികം തുണികളുണ്ടായിരുന്നു, കുറച്ച് തുണി ഞാൻ ഇട്ടില്ല കേട്ടോ. കാര്യം ബാക്കി ആ ബക്കറ്റിൽ തന്നെ വെച്ചിരുന്നു. എന്നിട്ട് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇഞ്ചി കുരുമുളകും വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം ആ ഇടികല്ലിലിട്ട് ചതച്ചെടുത്ത് കേട്ടോ. മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ഈ കല്ലിനകത്തിട്ട് ചതച്ചെടുക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ, എന്താ നോക്കി ഞാൻ അടുപ്പിൻ്റെ മുട്ടി വെച്ചിരുന്ന ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അത് ആ ജനലിൻ്റെ മുക്കാലോളം ആയി. ഇനി അത് എന്ത് ചെയ്യും, പടർന്ന് ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെ വെറുതെ തോന്നിയപ്പോൾ ഒന്ന് എടുത്തതാണേ. ചട്ടിയിലാണ്, മൺചട്ടി വെക്കാമെന്ന് കരുതി. പക്ഷേ അതിൻ്റെ ഒരു ഇച്ചിരി തീ കൂടിയതേ ഉള്ളൂ കേട്ടോ. അങ്ങ് പുകഞ്ഞു പോയി, നല്ല രീതിക്ക് ചുമ വന്നു. എന്നിട്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് വറ്റൽമുളക് കടുകും ചേർത്തു. ചിലരങ്ങനെ ചിക്കനിൽ കടുകൊന്നും ചേർക്കത്തില്ല. ഇന്ന് ഞാനൊരു നാടൻ കറി വെക്കാമെന്ന് കരുതിയാണ്, നാടൻ രീതിയിൽ വെക്കാമെന്ന് കരുതി ചിക്കൻ കറിയിൽ ഞാൻ കടുകും വറ്റൽമുളകും ചേർത്ത് കേട്ടോ. എന്നിട്ട് ഈ ചതച്ച് വെച്ച ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ മുഴുവനായിട്ട് ചേർത്തില്ല കേട്ടോ, കുറച്ചേ ഞാൻ ചേർത്തുള്ളൂ. ചതച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചേർത്ത് നല്ലോണം വഴട്ടി. എന്നിട്ടുണ്ടല്ലോ വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് നൈസായിട്ടാണ് അരിഞ്ഞത്. ആ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കരിവേപ്പിലയും ഞാൻ ഒന്ന് കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിരുന്നു കേട്ടോ, ഒന്ന് ഞെവടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം എടുത്ത് എല്ലാം ഇട്ടില്ല, കുറച്ച് ഞാനിങ്ങ് എടുത്ത് വെച്ചു. കാര്യമുണ്ടല്ലോ, ഇച്ചിരി സാലഡ് ആക്കാമെന്ന് കരുതി. മോന് പച്ചമോര് കൊടുത്ത് വിട്ടിരുന്നു, അപ്പം തൈര് ഞാൻ വാങ്ങിച്ചല്ലോ, അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത്ര ഇങ്ങോട്ട് ഇടണ്ട, കുറച്ച് സവാള എടുത്ത് വെക്കാം, കാര്യം ചിക്കൻ കറിയുടെ ഒരു സാലഡും കൂടെ ആയാൽ നല്ലതല്ലേ എന്ന് കരുതി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഉപ്പ്, ഞാൻ ചിക്കൻ വെന്ത് കഴിഞ്ഞാലും ഉപ്പിടേണ്ട കാര്യമില്ല, അതിന് പാകത്തിലാണ് കേട്ടോ ഉപ്പിട്ടത്. ഇവിടെയാണെങ്കിലുണ്ടല്ലോ ഉപ്പും പഞ്ചസാരയും ഒക്കെ കുറച്ച് മതി. കാര്യം ഉപ്പും ഒരുപാട് വേണ്ട, പഞ്ചസാര അതായത് ചായയിലൊക്കെ മക്കൾക്കാണെങ്കിലും ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നത് തീരെ പഞ്ചസാര കുറച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ദേ ഈ സ്റ്റാൻഡില്ലേ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നി ഒന്ന് കാണിക്കാനായിട്ട്. കാര്യം നമ്മുടെ കയ്യെത്തുന്ന അടുപ്പിൻ്റെ മൂട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കാതെ കയ്യെത്തുന്ന ദൂരത്ത് വെക്കാൻ പറ്റുന്ന ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ചെറുതായിട്ട് വയന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതീയിൽ തന്നെയാണ് വെച്ചത്, കാര്യം എനിക്ക് അല്ലാതെ കുറച്ച് പണികളുണ്ടായിരുന്നു വൃത്തിയാക്കൽ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഈ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ ഞാൻ ഇവിടെ പൊടിച്ചതാണ് കേട്ടോ മുളക് പൊടി. അത് കാശ്മീരി ചില്ലി വാങ്ങിച്ച് പൊടിച്ചതാണ് കേട്ടോ. കാശ്മീരി മുളകുണ്ടല്ലോ, അത് വാങ്ങിച്ച് ഞാൻ പൊടിച്ചതാണ്. പക്ഷേ കളറേ ഉള്ളൂ, പക്ഷേ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ആ ഇഞ്ചി ചതച്ചപ്പോഴത്തേക്കും ഞാൻ അധികം കുരുമുളക് ഇട്ടത് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റി കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ചിലപ്പോൾ എടുക്കാൻ മറന്നു പോകും കേട്ടോ. ചില കാര്യങ്ങൾ ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അങ്ങനെ അത് മറന്നുപോയി. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം
നല്ലവണ്ണം വഴറ്റി കേട്ടോ. നിങ്ങൾ ഈ നാടൻ ചിക്കൻ കറി ഇങ്ങനെ തന്നെയാണോ വയ്ക്കുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം, ഞാനത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. അങ്ങനെ വെള്ളത്തിൽ നിന്ന് വാരി പിഴിഞ്ഞെടുത്ത് ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുത്തു. പക്ഷേ എൻ്റെ മൂത്ത മോൻ പറഞ്ഞ അമ്മ ചിക്കൻ വയ്ക്കുകയാണെങ്കിൽ അധികം ഗ്രേവി വേണ്ട, എന്താ പെരണ്ടിരിക്കണമെന്ന്. പക്ഷേ അത് പെരണ്ടിരുന്നാലും നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ മോൻ അങ്ങനല്ല. അപ്പം ഞാൻ പറഞ്ഞു മോൻ വൈകിട്ടല്ലേ വരൂ, മോൻ ആ സമയമാകുമ്പോൾ അമ്മ റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു, കുറച്ചുകൂടെ പെരട്ടിത്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്ന് പുറത്ത് പോയിരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു തോരനാക്കണ്ടേന്ന് കരുതി ക്യാരറ്റും ബീട്രൂട്ടും കൂടെ എടുത്തു കേട്ടോ. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊരു തോരൻ വെക്കാം എന്ന് കരുതി അതെല്ലാം ആ മുറ്റത്ത് പോയിരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇവിടെയൊക്കെ തോരൻ എന്നാണ് പറയുന്നത്, ചില നാട്ടുകളിൽ ഉപ്പേരി എന്നും പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോഴുണ്ടല്ലോ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കരിവേപ്പില പിച്ചിക്കൊണ്ടുവരാം. അപ്പോൾ അവൻ കാര്യമായിട്ട് തന്നെ പിച്ചിക്കൊണ്ട് വന്നു കേട്ടോ. മുമ്പ് ഒരു ദിവസം പിച്ചിക്കൊണ്ടുവരാൻ പറയുമ്പോൾ 2-3 എടുത്ത് തന്നു. എന്നിട്ട് ഞാൻ മിക്സിയിൽ അരച്ചില്ല, കാര്യം എന്തിനാ അരയ്ക്കണ്ടെന്ന് കരുതി ഞാൻ ആ തേങ്ങയും കൂടെ അതിനകത്ത് തന്നെ തിരുവിയിട്ട് കൈവച്ച് നല്ല ഞവടി കേട്ടോ. കൂടെ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാര്യം ചില കാര്യങ്ങളൊക്കെ ഞാൻ എളുപ്പപ്പണി ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഞാനത് ചീനച്ചട്ടിയിൽ കടുകും വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ തട്ടി. ഇതിനൊന്നും അധികം വേവില്ല, ഒരു 5 മിനിറ്റ് കൂടി വേണ്ട. ഒന്ന് ചൂട് തട്ടിയാൽ മതി കേട്ടോ, വയന്ന് വരും. എന്തോ നോക്കി നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തെന്നല്ല, അതിൽ ആ നെയ്യൊക്കെ ഇറങ്ങിയിരിക്കുന്നു ആ കോഴിയുടെ. നല്ല കാണാൻ നല്ലത് മാത്രമല്ല കേട്ടോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വച്ചതുകൊണ്ട് പറയല്ല, ഞാൻ രുചി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞതല്ലേ കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് കരുതി ഞാൻ അടച്ച് വീണ്ടും വെച്ചു കേട്ടോ. അങ്ങനെ വെന്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല രീതിക്ക് കുറുകിയെടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മോന് ചോറെടുത്ത് കൊടുത്തു. കാര്യം ഞാൻ പുട്ട് കഴിച്ചപ്പോൾ എനിക്ക് അത്ര വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൻ കഴിച്ചോ എന്നും പറഞ്ഞ് ഞാൻ മോന് ചോറും ഈ തോരനും ഇച്ചിരി സാലഡും കൂടെ ആക്കി കേട്ടോ. അതും കൂടെ എടുത്ത് മോന് കൊടുത്തേ. നല്ല ചിക്കൻ കറിയാമ്മ, ഇനി അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഈ നാടൻ ചിക്കൻ കറിയിൽ കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടി ഇടാൻ മറന്നുപോയി. അതും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. സ്ഥിരം പരിപാടിയാണിത്, അത് പറയണ്ടല്ലോ, മുറ്റം തൂത്ത് വൃത്തിയാക്കുന്നത്. പക്ഷേ കരിയിലകളൊന്നുമില്ല, എങ്കിലും മഴ പെയ്ത് തോന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ മാറിക്കിടന്നു. എന്നിട്ട് പോയി കുളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ദീപാവലിയല്ലേ, വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ച് മുറ്റത്ത് കുറച്ച് ദീപം തെളിയിക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് ചട്ടിയിൽ ഒരുപാടൊന്നും വയ്ക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു സന്ധ്യയായപ്പോൾ. അപ്പം പുറത്തൊക്കെ വെച്ചാൽ അത് അണയും. അങ്ങനെ ആ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്ത് തന്നെ കുറച്ച് ചട്ടികളൊക്കെ എടുത്ത് വെച്ച് ഞാനൊന്ന് ദീപം കത്തിച്ചു കേട്ടോ. എല്ലാ വർഷവും കത്തിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു മുടക്കം വേണ്ട എന്ന് കരുതി ഇന്നലെ പടക്കം പൊട്ടിച്ചല്ലോ, അപ്പോൾ ഇന്ന് ദീപം തെളിയിക്കാമെന്ന് കരുതി അങ്ങനെ ദീപമൊക്കെ തെളിയിച്ചു കേട്ടോ. ഞാൻ ആ സൈഡും ഫുൾ വയ്ക്കുന്നതാണ്. പക്ഷേ മഴയുടെ ആ ഒരു ഇത് കാരണം അതിനകത്ത് മൊത്തം വീണ് വെറുതെ നമ്മളത് വെച്ചിട്ട് പ്രയോജനമില്ല. അതായത് നല്ല മഴ പെയ്ത് എല്ലാം കിടക്കുകയാണ്, മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ വെച്ചല്ലോ, അപ്പം രാത്രി ചപ്പാത്തി ആക്കാമെന്ന് കരുതി ഞാൻ ചപ്പാത്തി കുഴച്ചെടുത്തു കേട്ടോ. ഈ വലിയ പാത്രത്തിൽ കുഴയ്ക്കുന്നതുകൊണ്ട് നല്ല പ്രയോജനമാണ്. കാര്യം വേഗം കുഴച്ചെടുക്കും. പല മാവിനും പല പരുവമാണ്. ഈ ഞാൻ വാങ്ങിച്ച ഈ മാവിനകത്താണെങ്കിൽ കുറച്ചധികം വെള്ളം പിടിക്കും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ വേഗം ചപ്പാത്തിയാവും കേട്ടോ. എന്നിട്ട് ഞാനൊരു 5-10 മിനിറ്റൊക്കെ അടച്ചു വെച്ചു. എന്നിട്ട് പരത്തി വേഗം ചപ്പാത്തിയാക്കി കൊടുത്തു കേട്ടോ. മക്കൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. ഒരു ദിവസം ഉണ്ടല്ലോ, നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നതിനകം നമ്മൾ എന്തൊക്കെ ജോലിയാണല്ലേ ചെയ്യുന്നത്. ആ ജോലിക്കൊന്നും ഒരു കണക്കില്ല. ഞാൻ തന്നെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനിന്ന് 5:30 മണിക്കാണ്, ഇന്ന് സ്കൂളില്ലെങ്കിൽ കൂടിയും എനിക്ക് 5:30 മണിക്ക് എണീക്കേണ്ടി വന്നു, മോന് സ്കൂളിൽ പോകണ്ടേ. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. എന്നിങ്ങനെ നോക്കിയാലും ജോലിയാണ്, എവിടെ ഇരുന്നാലും ജോലിയാണ്, വൃത്തിയാക്കലായിക്കോട്ടെ, പല കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ. അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ കറി നോക്കി, കറി കണ്ടായിരുന്നു, നല്ല കുറുകി വറ്റി വന്നു കേട്ടോ. ആ ഒരു പരുവാണ്. മോൻ പറഞ്ഞു നല്ല കറിയെന്ന്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി.